ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ആണ്. മാർച്ച് 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പറൊക്കെ നോക്കിയിട്ട് ഓരോ വാർത്തകൾ വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വിത്ത് പിക്ചേഴ്സാണ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം എന്താണ്? പിക്ചർ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് വേഗം ക്ലിക്ക് ആവും. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇയർലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ? കറണ്ട് അഫയേഴ്സ് അത്രയും നമുക്ക് ആവശ്യമുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്, അത് ഏതൊരു എക്സാം ആയിക്കോട്ടെ. അപ്പോൾ ഡെയിലി പേപ്പർ വായിച്ച് അന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഡെയിലി ഈ നമ്മുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയാണ് കറണ്ട് അഫയേഴ്സ് വീക്ക്ലിയും മന്ത്ലിയും ഇയർലിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഡെയിലി കറണ്ട് അഫയേഴ്സും നിങ്ങളുടെ കൺമുന്നിൽ എത്തുകയാണ് വിത്ത് പിക്ചേഴ്സ് ആൻഡ് വിത്ത് ഡീറ്റെയിൽസ്. ഓക്കെ, ഒരുപാട് പറഞ്ഞിട്ട് നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. വിച്ച് വാസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് സ്പേസ് ക്രാഫ്റ്റ് ടു ക്യാരി ഹ്യൂമൻസ് ടു ദ സ്പേസ് സ്റ്റേഷൻ? അതായത് മനുഷ്യരെ ബഹിരാകാശ നിലയത്തിലെത്തിച്ച ആദ്യ സ്വകാര്യ പേടകം ഏതാണ് എന്നാണ് ചോദ്യം. The right answer is the Dragon spacecraft. Dragon spacecraft was the first private spacecraft to carry humans to the space station. അപ്പോൾ നമ്മൾ ഈ ഡ്രാഗൺ മൊഡ്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പേസ് എക്സിന്റെ വിശ്വസ്ത പേടകമാണ് ഈ ഡ്രാഗൺ മൊഡ്യൂള്. ബഹിരാകാശ നിലയത്തിലേക്ക് ആളുകളെയും കാർഗോയും എത്തിച്ച 44 സന്ദർശനങ്ങൾ ഉൾപ്പെടെ 49 ദൗത്യങ്ങൾ പേടകം നടത്തിയിട്ടുണ്ട്. മനുഷ്യരെ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച ആദ്യ സ്വകാര്യ പേടകമാണല്ലോ ഈ ഡ്രാഗൺ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിന്റെ നീളം 8 മീറ്റർ ആണ്, ഏകദേശം 8 മീറ്റർ നീളവും 4 മീറ്റർ വ്യാസവും. ഈ ഡ്രാഗണിന് 4 മുതൽ 7 വരെ സഞ്ചാരികളെ വഹിക്കാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. ഡ്രാക്കോ എന്ന പ്രത്യേക 16 എഞ്ചിനുകളാണ് ഈ പേടകത്തിന് ഡ്രാഗൺ മൊഡ്യൂളിന് ഊർജം നൽകുന്നത്. ഡ്രാഗൺ മൊഡ്യൂളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സുനിത വില്യംസിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല അല്ലെ? സുനിത വില്യംസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇന്ത്യൻ വംശജയാണ്, സ്പേസ് വാക്കിൽ റെക്കോർഡ് നേടിയ വനിതയാണ് അല്ലെ സുനിത വില്യംസ്. 59 വയസ്സാണ്. ഇന്ത്യയുമായുള്ള ബന്ധം എന്ന് പറയുന്നത് അച്ഛനിലൂടെയാണ്. ഗുജറാത്ത് മെഹ്സാന ജില്ലയിലെ ജുലാസാൻ സ്വദേശിയാണ്. അച്ഛൻ ദീപക് പാണ്ഡെ, അമ്മ സ്ലൊവേനിയക്കാരി ഉറുസിലൻ ബോണി. ഭർത്താവ് ഫെഡറൽ മാർഷൽ ആയിരുന്ന മൈക്കിൾ വില്യംസ് ആയിരുന്നു. അമേരിക്കൻ നാവികസേന ഓഫീസറായാണ് തുടക്കം. 1998 നാസയിൽ ചേർന്നത്. ആദ്യ ബഹിരാകാശ യാത്ര 2006 ഡിസംബറിൽ ഡിസ്കവറി സ്പേസ് ഷട്ടിലാണ്. രണ്ടാമത്തെ യാത്ര 2012 അപ്പൊ ആദ്യത്തെ യാത്ര 2006 6 വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ യാത്ര നടത്തിയത്. ഇപ്പോൾ പൂർത്തിയാകുന്നത് മൂന്നാമത്തെ യാത്രയാണ്. 3 ബഹിരാകാശ ദൗത്യത്തിലെ ആകെ 62 മണിക്കൂർ 6 മിനിറ്റ് ആണ് സ്പേസ് വാക്ക് ആര് നടത്തിയത്? സുനിത വില്യംസ് നടത്തിയിട്ടുള്ളത്. നാസയുടെ തന്നെ പെഗി വിറ്റ്സൺ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിത മറികടന്നിരിക്കുന്നത്. പെഗി വിറ്റ്സന്റെ റെക്കോർഡ് 60 മണിക്കൂറും 21 മിനിറ്റും ആയിരുന്നു. എന്നാൽ സുനിത വില്യംസിന്റെ ആവട്ടെ 62 മണിക്കൂറും 6 മിനിറ്റുമാണ്. ഓക്കെ, ഇത്തവണ 5 മണിക്കൂറും 26 മിനിറ്റും ചെലവഴിച്ചതോടെ പുതിയ റെക്കോർഡിനും ഉടമയാണ് ആര്? സുനിത വില്യംസ്. 10 ദിവസത്തെ ദൗത്യവുമായി എത്തിയ സുനിതയ്ക്ക് ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ ചുമതല ലഭിക്കുകയായിരുന്നു. 150ലധികം പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ബഹിരാകാശത്ത് മനുഷ്യനിലുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ, സൂക്ഷ്മാണുക്കളുടെ മൈക്രോ ഓർഗാനിസംസ് അല്ലെ അതിന്റെ വളർച്ച, സാന്നിധ്യം, റോബോട്ടിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയവയെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്ന പഠനങ്ങളാണ്. നമ്മൾ ബഹിരാകാശ നിലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൗഹൃദത്തിന്റെ പ്രതീകമായിട്ടാണ് ബഹിരാകാശ നിലയത്തിനെ കണക്കാക്കപ്പെടുന്നത്. അതിൽ പ്രവർത്തനങ്ങളിലെ പങ്കാളികൾ ആരൊക്കെയാണ്? US, റഷ്യ, കാനഡ, ജപ്പാൻ എന്നിവയാണ് നിലയത്തിന്റെ പ്രവർത്തനങ്ങളിലെ പങ്കാളികൾ. 1998 നിർമ്മാണം തുടങ്ങിയ നിലയം 2011 പൂർത്തീകരിച്ചത്. 2000 നവംബർ 2 മുതലാണ് അവിടെ യാത്രികരെത്താൻ തുടങ്ങിയത്. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാണ് നിലയത്തിന്റെ സ്ഥാനം. മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗത്തിലാണ് ഇതിന്റെ സഞ്ചാരം എന്ന് പറയുന്നത്. ഓരോ 90 മിനിറ്റിലും ഭൂമിയെ എന്ത് ചെയ്യുന്നുണ്ട്? നിലയം വലം വെക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. വെൻ ഈസ് ഇന്റർനാഷണൽ വിമൻസ് ഡേ സെലിബ്രേറ്റഡ്? എന്നാണ് ലോക വനിതാ ദിനം എന്നാണ് ചോദ്യം. എന്നാണ്? മാർച്ച് 8 ലോക വനിതാ ദിനം. ഓക്കെ, മാർച്ച് 8.
മാർച്ച് മാസത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മാർച്ച് ഒന്ന് സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ ആണ്, വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ ആണ്, സെൽഫ് ഇഞ്ചുറി അവയർനെസ് ഡേ ആണ്. അതായത് എന്തൊക്കെയാണ് പറയുന്നത്? സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ എന്ന് പറയുമ്പോൾ എന്താണ്? വിവേചനരഹിത ദിനം. അതാണ് സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ. അതാണ് ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് മാർച്ച് എന്ന് പറയുന്നത് സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ ആണ്. അതുപോലെ തന്നെ വേൾഡ് കോംപ്ലിമെന്റ് ഡേയും ഫസ്റ്റ് മാർച്ച് തന്നെയാണ്. അതായത് ലോക അഭിനന്ദന ദിനം. അങ്ങനെ ഒരു ദിനം ഉണ്ട് അല്ലെ, ലോക അഭിനന്ദന ദിനം. അതായത് വേൾഡ് കോംപ്ലിമെന്റ് ഡേയും എന്നാണ്? മാർച്ച് ഫസ്റ്റിനാണ്. ഈ മാർച്ച് 2 അതോടെ കൊടുത്തിട്ട് മാർച്ച് 2 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നുണ്ട്, കേട്ടിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. ഈ മാർച്ച് 3 എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. അതായത് ലോക വന്യജീവി ദിനമാണ്. വേൾഡ് ഹിയറിംഗ് ഡേ ആണ്. വേൾഡ് ഹിയറിംഗ് ഡേ എന്ന് പറയുമ്പോൾ ലോക ശ്രവണ ദിനമാണ്. ലോക ശ്രവണ ദിനമാണ്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? മാർച്ച് 4 മാർച്ച് 4 നാഷണൽ സേഫ്റ്റി ഡേ ആണ്. അതായത് നാഷണൽ സേഫ്റ്റി ഡേ ബൈ നാഷണൽ സേഫ്റ്റി കൗൺസിൽ ആണ് ഇത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. നാഷണൽ സേഫ്റ്റി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ സുരക്ഷിതത്വ ദിനം അല്ലെ, ദേശീയ സുരക്ഷിതത്വ ദിനമാണ് എന്ന് മാർച്ച് 4. മാർച്ച് 5 to 7 മാർച്ച് എന്ന് പറയുന്നത് വേൾഡ് സസ്റ്റൈനബിൾ ഡേ ആണ് അല്ലെ. 8 മാർച്ച് നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്. 10th മാർച്ച് CISF റേസിംഗ് ഡേ ആണ്. CISF പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെ, CISF. അപ്പോൾ CISF റേസിംഗ് ഡേ ഈ സെലിബ്രേറ്റഡ് ഓൺ 10th മാർച്ച്. 12th മാർച്ച് എന്ന് പറയുന്നത് മൗറീഷ്യസ് ഡേ ആണ്. മാർച്ച് 12 അത് മാത്രമാണോ? PSC പഠിക്കുന്നവർക്ക് മാർച്ച് 12 മൗറീഷ്യസ് ദിനത്തിനേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആയ ദിവസമാണ്. എന്താണ്? ദണ്ഡി യാത്രാ ദിനമാണ് അല്ലെ, ദണ്ഡി മാർച്ച് ഡേ ആണ്. എപ്പോഴായിരുന്നു? ഏത് വർഷമായിരുന്നു? 1930 മാർച്ച് 12 അല്ലെ. അതുപോലെ തന്നെ മാർച്ച് 12 തന്നെയാണ് വേൾഡ് ഡേ എഗെയിൻസ്റ്റ് സൈബർ സെൻസർഷിപ്പ്. അതായത് സൈബർ സെൻസർഷിപ്പ് വിരുദ്ധ ദിനവും എന്ന് തന്നെയാണ് മാർച്ച് 12 തന്നെയാണ്. അടുത്തത് മാർച്ച് 15. മാർച്ച് 15 എന്താണ്? വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ. വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്തൃ അവകാശ ദിനമാണ് മാർച്ച് 15. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് പോലീസ് ബ്രൂട്ടാലിറ്റി, പോലീസ് ക്രൂരത വിരുദ്ധ ദിനവും മാർച്ച് 15 തന്നെയാണ് അല്ലെ. അടുത്തത് മാർച്ച് 16. മാർച്ച് 16 നാഷണൽ വാക്സിനേഷൻ ഡേ. വാക്സിനേഷൻ ഡേ മാത്രമല്ല, അന്ന് തന്നെയാണ് വാക്സിനേഷൻ ഡേ. നമുക്കിന്ന് പറയാം ഇമ്മ്യൂണൈസേഷൻ ഡേ എന്ന് വേണമെങ്കിലും പറയാം. നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേ, അതായത് എന്താണ്? പ്രതിരോധ കുത്തിവയ്പ് ദിനം എന്നാണ് മാർച്ച് 16. ഓക്കെ. അടുത്തത് മാർച്ച് 18. മാർച്ച് 18 എന്ന് പറയുമ്പോൾ എന്താണ് ആ ദിനത്തിന്റെ പ്രത്യേകത? എന്താണ്? ഓർഡിനൻസ് ഫാക്ടറീസ് ഡേ. അതായത് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? വെടിക്കോപ്പ് ശാല ദിനമാണ് മാർച്ച് 18. ഓക്കെ. ഇനി എന്താണ്? മാർച്ച് 20 ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആണ്. മാർച്ച് 20 എന്താണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് എന്നാണ് മാർച്ച് 20. അതുപോലെ തന്നെ വേൾഡ് സ്പാരോ ഡേ, വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ ഒക്കെ എന്നാണ്? മാർച്ച് 20 തന്നെയാണ്. മാർച്ച് 21 ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്, അതായത് രാജ്യാന്തര വനദിനം എന്നാണ്? മാർച്ച് 21. വേൾഡ് പോയട്രി ഡേയും അന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡേ ഫോർ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെ, എന്താണ്? വർണ്ണ വിവേചന വിരുദ്ധ ദിനം എന്നാണ്? മാർച്ച് 21 തന്നെയാണ്. അപ്പൊ രാജ്യാന്തര വനദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്, അതുപോലെ തന്നെ വേൾഡ് പോയട്രി ഡേ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. എന്താ സംഭവം? വർണ്ണ വിവേചന വിരുദ്ധ ദിനം എന്നാണ്? മാർച്ച് 21 തന്നെയാണ്. ഓക്കെ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫ്രീഡം ഡേ, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? മാർച്ച് 21. രാജ്യാന്തര വർണ്ണ ദിനവും എന്ന് തന്നെയാണ്. ഇന്റർനാഷണൽ കളർ ഡേ, കുറേയധികം സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ദിവസമാണ് മാർച്ച് 21 എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്, വേൾഡ് പോയട്രി ഡേ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഇന്റർനാഷണൽ കളർ ഡേ, എഡ്യൂക്കേഷൻ ഫ്രീഡം ഡേ തുടങ്ങിയവയെല്ലാം മാർച്ച് 21. ഇനി മാർച്ച് 21 തൊട്ട് 27 വരെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ വീക്ക് ഓഫ് സോളിഡാരിറ്റി വിത്ത് ദ പീപ്പിൾ സ്ട്രഗ്ലിംഗ് എഗെയിൻസ്റ്റ് റേസിസം. അതായത് വർണ്ണ വിവേചനത്തിനെതിരെ പ്രവർത്തിക്കുന്നവരോടുള്ള ഐക്യദാർഢ്യ വാരമാണ് മാർച്ച് 21 തൊട്ട് 27 വരെ. ഓക്കെ. അടുത്തത് മാർച്ച് 22. മാർച്ച് 22 എന്താണ് പ്രത്യേകത? വേൾഡ് വാട്ടർ ഡേ ആണ് അല്ലെ. മാർച്ച് 22 ലോക ജലദിനമാണ്.
മാർച്ച് 23, മാർച്ച് 23 വേൾഡ് മെട്രോളജിക്കൽ ഡേ, അതായത് ലോക കാലാവസ്ഥാ ദിനമാണ് മാർച്ച് 23. മാർച്ച് 23 നമ്മൾ പറഞ്ഞു ലോക കാലാവസ്ഥാ ദിനമാണ്, വേൾഡ് മെട്രോളജിക്കൽ ഡേ ആണ് അല്ലേ. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ, ഇറ്റ്സ് മൈ ബർത്ത്ഡേ. ആൻഡ് മാർച്ച് 23 എന്ന് പറയുമ്പോൾ എൻ്റെ പേര് അറിയാലോ അല്ലേ, ഋതു കൃഷ്ണ എന്നാണ്. ഈ ഋതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കാലം എന്നാണ്. അപ്പൊ എന്താണ് ലോക കാലാവസ്ഥാ ദിനം എന്നാണ് മാർച്ച് 23. ഇനി മറക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മാർച്ച് 24 വേൾഡ് TB ഡേ ആണ്, അതായത് ട്യൂബർക്ലോസിസ് ഡേ ആണ് മാർച്ച് 24 എന്ന് പറയുന്നത്. മാർച്ച് 25 ഇന്റർനാഷണൽ ഡേ ഓഫ് അൺബോൺ ചൈൽഡ്, അതായത് പിറക്കാത്ത കുഞ്ഞുങ്ങൾക്കായുള്ള ഒരു രാജ്യാന്തര ദിനമാണ് മാർച്ച് 25. പിറക്കാത്ത കുഞ്ഞുങ്ങൾക്കായിട്ടും ഒരു ദിനം, അവരെ ഓർക്കാനുള്ള ഒരു ദിനം എന്നാണ് മാർച്ച് 25. മാർച്ച് 26 പർപ്പിൾ ഡേ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എപ്പിലെപ്സി അവയർനെസ് ഡേ, അപസ്മാര ബോധവൽക്കരണ ദിനവും എന്ന് തന്നെയാണ് മാർച്ച് 26. മാർച്ച് 27 വേൾഡ് തിയേറ്റർ ഡേ ആണ്. മാർച്ച് 30 ഇഡ്ലി ഡേ ആണ്, ലോക ഇഡ്ലി ദിനം അല്ലെ. ഇഡ്ലി ഡേ, അതിനും ഇഡ്ലിക്കും ഒരു ദിവസമുണ്ട് എന്നാണ്. മാർച്ച് 30 അല്ലെ, 30ന്റെ 0 ഇഡ്ലി പോലെ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. വേൾഡ് ബൈപോളാർ ഡേയും ലോക തീവ്ര വിഷാദ രോഗ ദിനവും ഇന്ന് തന്നെയാണ്, മാർച്ച് 30 തന്നെയാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ വേസ്റ്റ്, മാലിന്യമുക്ത ദിനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇഡ്ലി ദിനമായിട്ടുള്ള മാർച്ച് 30. ഇനി ഡേറ്റ സെക്യൂരിറ്റി ഡേ ഉണ്ട്, അത് മാർച്ച് 31. വേൾഡ് ബാക്കപ്പ് ഡേ, വിവരശേഖര സുരക്ഷിതത്വ ദിനം എന്നാണ് മാർച്ച് 31. ഇന്റർനാഷണൽ ട്രാൻസ്ജെൻഡർ ഡേ ഓഫ് വിസിബിലിറ്റി, ഭിന്നലിംഗക്കാരുടെ രാജ്യാന്തര ദിനം എന്നാണ് മാർച്ച് 31 തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, വേർ വാസ് ദ WSTS 2025 ഓർഗനൈസ്ഡ്? എന്താണ് WSTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സബ്മിറ്റ് അല്ലെ. ഉച്ചകോടി എവിടെയാണ് നടന്നത് എന്നാണ് ചോദ്യം. എവിടെയാണ് നടന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് ന്യൂ ഡൽഹി. ഓക്കെ, ഡൽഹിയുടെ പഴയ പേര് ഇന്ദ്രപ്രസ്ഥം എന്നായിരുന്നു. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായി മാറിയത് 1992. അത് 1991 69ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായി മാറിയത്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം ഡൽഹിയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരവും എവിടെ തന്നെയാണ്? ഡൽഹി തന്നെയാണ്. ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം ആദ്യമായിട്ട്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം ഡൽഹിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലാണ് ഏത്? തീഹാർ ജയിൽ. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് അല്ലെ. ഒരുപാട് അന്ത്യവിശ്രമ സ്ഥലങ്ങൾ ഉള്ളതാണ് ഡൽഹിയിലാണ് ഒരുപാട് അന്ത്യവിശ്രമ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. രാജ്ഘട്ട്, ശാന്തിവനം, വിജയ്ഘട്ട്, ശക്തിസ്ഥൽ, വീർഭൂമി തുടങ്ങിയവയെല്ലാം എവിടെയാണ്? ഡൽഹിയിലാണ്. രാജ്ഘട്ട് ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. ശാന്തിവനം ജവഹർലാൽ നെഹ്റുവിന്റെ അല്ലെ. വിജയ്ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ. ഇന്ദിരാഗാന്ധിയുടെയാണ് ഏത്? ശക്തിസ്ഥൽ. രാജീവ് ഗാന്ധിയുടെയാണ് വീർഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ ബയോട്രിക് റീസെന്റ് സീൻ ഇൻ ന്യൂസ്? നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള ഈ ബയോട്രിക് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നാണ് ചോദ്യം. ബയോട്രിക്. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് വേസ്റ്റ് മാനേജ്മെന്റ്. ബയോട്രിക് ഈസ് റിലേറ്റഡ് ടു വേസ്റ്റ് മാനേജ്മെന്റ്. ചോദ്യം അഞ്ചാമത്തെ ചോദ്യമാണ്, ഹു വാസ് സെലക്ടഡ് ആസ് ദ 10th പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ 10ാം പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ക്രിസ്റ്റി കോവൻട്രി. രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ 10ാം പ്രസിഡന്റായിട്ട് സിംബാബ്വേയിൽ നിന്നുള്ള ക്രിസ്റ്റി കോവൻട്രിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 131 വർഷം പിന്നിടുന്ന IOC, അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അല്ലെ, അതിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതയാണ് ആര്? ക്രിസ്റ്റി. ഓക്കെ, IOC പ്രസിഡന്റ് ആകുന്ന ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയായ ക്രിസ്റ്റി ഒളിമ്പിക് ദിനമായ ജൂൺ 23 സ്ഥാനമേൽക്കാൻ പോകുന്നത്. സ്ഥാനമൊഴിയാൻ പോകുന്നത് ആരാണെന്നറിയാമോ? തോമസ് ബാക്ക് ആണ്. അപ്പോൾ സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ തോമസ് ബാക്കിനെ ആജീവാനന്ദ ഓണററി പ്രസിഡന്റ് ആയിട്ടും ഗ്രീസിൽ നടന്ന IOC സെക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ഹു വാസ് സെലക്ടഡ് ആസ് ദ 10th പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി? ദി റൈറ്റ് ആൻസർ ഈസ് ക്രിസ്റ്റി കോവൻട്രി. ഓക്കെ, അതിന് മുന്നേ ആരായിരുന്നു? തോമസ് ബാക്ക് ആയിരുന്നു അല്ലെ. അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യമാണ്,
who has been awarded the ജ്ഞാൻപീഠ് award, the country's highest literary honor. അതായത് രാജ്യത്തെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് ജ്ഞാനപീഠ പുരസ്കാരം അല്ലെ. അത് നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഹിന്ദി സാഹിത്യകാരനായിട്ടുള്ള വിനോദ് കുമാർ ശുക്ലയാണ് രാജ്യത്തെ പരമോന്നത സാഹിത്യ ബഹുമതിയായിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. സമകാലിക ഹിന്ദി സാഹിത്യത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളാണ് ശുക്ല. അതുപോലെ തന്നെ ജ്ഞാനപീഠത്തിന് അർഹനാകുന്ന 12ാമത്തെ ഹിന്ദി സാഹിത്യകാരൻ കൂടിയാണ് ആര്? വിനോദ് കുമാർ ശുക്ല. കഥാകൃത്ത്, കവി, കോളമിസ്റ്റ് തുടങ്ങിയ നിലകളിൽ ശ്രദ്ധേയനായ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്നുള്ള ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ്. 11 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഉൾപ്പെടുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. 11 ലക്ഷം രൂപയും അതുപോലെ തന്നെ പ്രശസ്തി പത്രവും അതുപോലെ തന്നെ ശില്പവും. ഓക്കെ, അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യമാണ്. വിച്ച് കൺട്രി റാങ്ക്സ് ഫസ്റ്റ് ഇൻ ദ ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ്? അതായത് ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് പറഞ്ഞാൽ എന്താണ്? സന്തോഷ സൂചിക അല്ലെ. അപ്പൊ തുടർച്ചയായി 8ാം വർഷവും സന്തോഷ സൂചികയിൽ, അതായത് ആഗോള സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്ത് എത്തുന്ന രാജ്യം ഏതാണ്? തുടർച്ചയായിട്ട് 8ാമത്തെ പ്രാവശ്യമാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നത്. ഏതാണ് ആ രാജ്യം? ദ റൈറ്റ് ആൻസർ ഈസ് ഫിൻലാൻഡ്. ഏതൊക്കെ രാജ്യങ്ങളാണ് ആദ്യത്തെ 5ൽ വരുന്നത്? ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു ഏതാണ്? ഫിൻലാൻഡ് ആണ്. 2ാമത്തെ ഡെൻമാർക്ക് ആണ്. 3ാമത്തെ ഐസ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ സ്വീഡൻ. എല്ലാം മുൻനിരയിൽ വരുന്ന രാജ്യങ്ങളാണ്. പെട്ടെന്ന് ഡെവലപ്പായത് തെക്കേ അമേരിക്കൻ രാജ്യമായിട്ടുള്ള കോസ്റ്ററിക്കയാണ്. കഴിഞ്ഞ വർഷം 12ാം സ്ഥാനത്തായിരുന്നു. അത് ഇപ്രാവശ്യം 6ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിൽ 1ാമത് എത്തിയത് തായ്വാനാണ്. ദ്വീപുരാഷ്ട്രമായ മൊറീഷ്യസ് ആണ് ആഫ്രിക്കൻ മേഖലയിൽ 1ാമത് എത്തിയിട്ടുള്ളത്. തായ്വാന്റെ റാങ്ക് എന്ന് പറയുന്നത് 27 ആണ്. മൊറീഷ്യസിന്റെ റാങ്ക് 78 ആണ്. 147 രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യങ്ങളിൽ 10ൽ 7ഉം ആഫ്രിക്കയിലാണെന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അമേരിക്കയുടെ റാങ്ക് എത്രയാണെന്ന് അറിയേണ്ടത്. 2025 ആഗോള സന്തോഷ പട്ടികയിൽ USA ചരിത്രത്തിലെ ഏറ്റവും മോശം റാങ്കിലേക്കാണ് താഴ്ന്നിരിക്കുന്നത്. എന്നാൽ മെക്സിക്കോ ആദ്യ 10ലും ഉണ്ട്. നമുക്കറിയാലോ മെക്സിക്കോയും അതുപോലെ തന്നെ അമേരിക്കയും എടഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ശത്രുക്കളെ പോലെയാണ് അല്ലെ. കഴിഞ്ഞ വർഷം 25ാം സ്ഥാനത്തായിരുന്ന തെക്കേ അമേരിക്കൻ രാജ്യം മെക്സിക്കോ ഇത്തവണ 10ാമതായിട്ടാണ് വന്നിരിക്കുന്നത്. യുദ്ധത്തിനും സംഘർഷത്തിനും നടുവിലാണെങ്കിലും ഇസ്രായേൽ ഈ പട്ടികയിൽ 8ാമതുണ്ട് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സന്തോഷ പട്ടിക ആദ്യമായി പുറത്തിറങ്ങി 2012 USA പട്ടികയിൽ 11ാമതായിരുന്നു. ഇത്തവണ അത് 24ാം സ്ഥാനത്തേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ മെക്സിക്കോ ഉയർന്നു വന്നു, 10ൽ ഇടം പിടിച്ചു അല്ലെ. 24ാം സ്ഥാനത്തായിരുന്ന ജർമ്മനി 22ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 118ാം സ്ഥാനത്താണ്. നമ്മളിപ്പോൾ ഡെവലപ്പ് ആയിട്ടുണ്ട്. നമ്മൾ 126 ആയിരുന്നു, ഇപ്പൊ അത് എത്ര ആയിട്ടുണ്ട്? 118ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ചോദ്യം ഇങ്ങനെ വരികയാണെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ 1ാമത് തായ്വാൻ തന്നെയാണ്, 27ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 118 ആണ്. കഴിഞ്ഞ വർഷം 2024 126 ആയിരുന്നു. 1ാമത് എത്തിയത് ആരാണ്? 1ാമത് ഫിൻലാൻഡ് ആണ്. ക്ലിയർ? ഈ സന്തോഷ സൂചികയിൽ ഇതിൽ ഇടം പിടിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? ഐക്യരാഷ്ട്ര സംഘടന, ഓക്സ്ഫോർഡ് സർവകലാശാല ഗവേഷണ വിഭാഗം തുടങ്ങി ഉൾപ്പെടുന്ന വിവിധ ആഗോള ഏജൻസികൾ സഹകരിച്ചാണ് ഓരോ വർഷവും സന്തോഷ പട്ടിക പുറത്തിറക്കുന്നത്. വരുമാനം, അതായത് പ്രതിശീർഷ GDP, ആയുർദൈർഘ്യം, സാമൂഹിക സുരക്ഷ, തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഉദാരമനസ്കത, അഴിമതിയിൽ നിന്നുള്ള മോചനം തുടങ്ങിയ ഘടകങ്ങൾ ഓരോ രാജ്യങ്ങളിലെയും ജനങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നുവെന്ന വിവിധ സർവേകളിൽ നിന്നുള്ള കണ്ടെത്തലുകളിൽ നിന്നാണ് ആഗോള സന്തോഷ പട്ടിക തയ്യാറാക്കുന്നത്. അതില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 118ാം സ്ഥാനത്താണ്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. വിച്ച് കോണ്ടിനെന്റ് ഹാസ് ദ മോസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്? അതായത് ലോകത്തെ ഏറ്റവും അധികം രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? അത് ആഫ്രിക്കയാണ്. എത്ര രാജ്യങ്ങളാണ് അവിടെ ഉള്ളത്? 54 രാജ്യങ്ങളുണ്ട് ഈ ഭൂഖണ്ഡത്തില്.
അവിടെ അതില് 3 രാജ്യങ്ങള് ഗിനി എന്ന പേരിലും 2 രാജ്യങ്ങള് കോങ്കോ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന 3 രാജ്യങ്ങൾക്കാണ് ഗിനി ചേർത്തുള്ള പേരുകൾ ഉള്ളത്. അതായത് ഗിനി ചേർത്തുള്ള പേര്, അതായത് ഗിനി എന്ന പേരുള്ള രാജ്യമാണ് ആദ്യത്തേത്. കൊണാക്രി ആണ് തലസ്ഥാനം കേട്ടോ. ഫ്രഞ്ച് കോളനിയായിരുന്ന ഗിനിയുടെ ആദ്യ പേര് ഫ്രഞ്ച് ഗിനി എന്നായിരുന്നു. 1958 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഗിനി എന്ന പേര് നിലനിർത്തി എന്ന് മാത്രം. ഗിനി ബിസോ എന്ന രാജ്യമാണ് രണ്ടാമത്തേത്. ബിസോ ആണ് തലസ്ഥാനം. പോർച്ചുഗീസ് കോളനി ആയിരുന്ന ഗിനി ബിസോയുടെ പഴയ പേര് പോർച്ചുഗീസ് ഗിനി എന്നുള്ളതായിരുന്നു. 1974 സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബിസോ എന്ന പേര് കൂട്ടിച്ചേർത്തത് അയൽ രാജ്യമായ ഗിനിയുമായിട്ട് സാമ്യം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ രാജ്യം ഇക്വിറ്റോറിയൽ ഗിനി. ഓക്കെ, അപ്പൊ ആദ്യമുള്ള രാജ്യം ഏതായിരുന്നു? ആദ്യം ഗിനി എന്ന് തന്നെയായിരുന്നു പേര്, ഫ്രഞ്ച് ഗിനി എന്നായിരുന്നു. രണ്ടാമത് എന്തായിരുന്നു? പോർച്ചുഗീസ് കോളനി ആയിട്ടുള്ള പേരായതുകൊണ്ട് പോർച്ചുഗീസ് ഗിനി എന്നുള്ളതായിരുന്നു. മൂന്നാമത് ഇക്വിറ്റോറിയൽ ഗിനി, അത് സ്പെയിനിന്റെ കോളനി രാജ്യമായിരുന്നു. മലാബോ ആണ് തലസ്ഥാനം. സ്പാനിഷ് ഗിനി എന്നായിരുന്നു പഴയ പേര്. 1968 സ്വാതന്ത്ര്യം നേടിയത്. അത് ഭൂമധ്യരേഖയ്ക്ക് അടുത്താണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ആ രാജ്യത്തിന് ഇക്വിറ്റോറിയൽ ഗിനി എന്ന പേര് നൽകിയിട്ടുള്ളത്. ഒരു പോർച്ചുഗീസ് വാക്കാണ് ഈ ഗിനി എന്ന് പറയുന്നത്. അപ്പൊ ഗിനി എന്നുള്ള കൂടിച്ചേർന്ന വാക്കുകളുള്ള രാജ്യങ്ങളൊക്കെ എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാം? ആഫ്രിക്കയിലാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. വെൻ ഈസ് നാഷണൽ സയൻസ് ഡേ ഒബ്സർവ്ഡ് എവറി ഇയർ? എന്നാണ് നാഷണൽ സയൻസ് ഡേ? എന്നാണ് ചോദ്യം. എന്നാണ്? ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ. അതിന്റെ തീം എന്തായിരുന്നു? എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് എന്നുള്ളതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. വെൻ ഈസ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ സെലിബ്രേറ്റഡ്? എന്നാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്നുള്ളതാണ് ചോദ്യം. എന്നാണ്? അത് മാർച്ച് 3 അതിന്റെ തീം എന്താണ്? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്, അതായത് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഫെബ്രുവരി 28 എന്താണ്? നാഷണൽ സയൻസ് ഡേ ആണല്ലേ. ഫെബ്രുവരി 28 എന്ന് പറയുന്നത് തീം എന്തായിരുന്നു? എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് എന്നുള്ളതായിരുന്നു അതിന്റെ തീം എന്ന് പറയുന്നത് അല്ലെ. മാർച്ച് 3 എന്തായിരുന്നു? വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ് അല്ലെ. അതിന്റെ തീം എന്തായിരുന്നു? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് എന്നുള്ളതാണ്. അതായത് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു എന്തിന്റെ തീം? വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുടെ തീം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സെക്കൻഡ് ഫേസ് ഓഫ് കൊച്ചി മെട്രോ? കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട പാത അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നാണ് ചോദ്യം. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട പാത അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ദ റൈറ്റ് ആൻസർ ഈസ് പിങ്ക് ലൈൻ അല്ലെ. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ എന്ന പേരിലാണ്. ദ സെക്കൻഡ് ഫേസ് ഓഫ് കൊച്ചി മെട്രോ മീൻസ് പിങ്ക് ലൈൻ അല്ലെ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റേഷനിൽ നിന്ന് കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ നീളുന്നതാണ് പിങ്ക് ലൈൻ എന്നറിയപ്പെടുന്ന കൊച്ചി മെട്രോ 2ാം ഘട്ട പദ്ധതി. അവിടെ നിന്നാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റേഷനിൽ നിന്ന് കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ നീളുന്നതാണ് പിങ്ക് ലൈൻ. ഓക്കെ, 11 സ്റ്റേഷനുകളായിട്ട് 11.2 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് 2ാം ഘട്ട പാത നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ 2ാം ഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെ 28.125 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യ ഘട്ടത്തിൽ എത്ര സ്റ്റേഷനുകളാണ് ഉള്ളത്? 25 സ്റ്റേഷനുകളാണ് ഉള്ളത്. കൊച്ചി മെട്രോ വരാനുള്ള റീസൺ എന്താണ്? നമുക്കറിയാലോ, ഒരുപാട് ഗതാഗത പ്രശ്നങ്ങളുള്ള ഒരു നഗരമാണ് കൊച്ചി നഗരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ആരംഭിച്ച ദ്രുത ഗതാഗത സംവിധാനമാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഇതിന്റെ ഉടമസ്ഥർ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. ഓക്കെ, കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റേഷനാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. എന്നായിരുന്നു ഉദ്ഘാടനം? 2017 ജൂൺ 17 അല്ലെ. 2017 ജൂൺ 17 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരനാണ് പദ്ധതിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. അപ്പോൾ മെട്രോമാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇ ശ്രീധരനാണ്. ഓക്കെ, നിലവിലെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ലോക്നാഥ് ബെഹ്റയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച മെട്രോ പദ്ധതികളിൽ ഒന്നാണ് ഇത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത്.
റെയിൽ, റോഡ്, ജലഗതാഗത സൗകര്യങ്ങളെ ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ മെട്രോ സംവിധാനം കൂടിയാണ് ഏത് കൊച്ചി മെട്രോ പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ CBTC സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനവുമാണ്. ഈ CBTC എന്ന് പറഞ്ഞാൽ എന്താണ്? CBTC അതായത് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ. ഏറ്റവും കുറഞ്ഞ മനുഷ്യ ഇടപെടൽ ആവശ്യമുള്ള CBTC അതായത് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ സിഗ്നലിംഗ് സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനവുമാണ് ഇത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. അതിന്റെ രണ്ടാം ഘട്ടപാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ ആണ്. അതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്? കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റേഷനിൽ നിന്ന് കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ നീളുന്നതാണ് പിങ്ക് ലൈൻ എന്നറിയപ്പെടുന്ന കൊച്ചി മെട്രോ രണ്ടാം ഘട്ട പദ്ധതി. 11 സ്റ്റേഷനുകളായിട്ട് എത്ര കിലോമീറ്റർ ആണ്? 11.2 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് രണ്ടാം ഘട്ടപാത നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യ ഘട്ടപാതയിൽ എത്ര സ്റ്റേഷനുകളാണുള്ളത്? 25 സ്റ്റേഷനുകളാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം. വിച്ച് ഇസ് ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള ടു ബി ഒഫീഷ്യലി ഇൻക്ലൂഡഡ് ഇൻ ദ IMD ഹീറ്റ് വേവ് മാപ്പ്? എന്താണ് IMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്ത്യ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് IMD. അതായത് എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, അതാണ് ഇന്ത്യ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ആ വകുപ്പിന്റെ ഉഷ്ണതരംഗം മാപ്പിൽ, അതാണ് ഹീറ്റ് വേവ് മാപ്പ് എന്ന് പറയുന്നത്. ആ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ മതി. അതിനാണ് ഈ മൂക്ക് ഇങ്ങനെ എന്താ പറയുക വളഞ്ഞു തിരിഞ്ഞ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗം മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് എന്നാണ് ചോദ്യം. അത് ഏതായിരിക്കും? അത് പാലക്കാടായിരിക്കും അല്ലെ. ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാട് തന്നെയാണ്. 2024 ഏപ്രിൽ 27-ന് 41.8 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് പാലക്കാട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 41.8 ഡിഗ്രി ചൂടാണ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 2024 ഉഷ്ണതരംഗം അഥവാ ഹീറ്റ് വേവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. 2024 തന്നെയാണ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ചതിൽ തന്നെ കേരളത്തിലൊരു ജില്ല ഉൾപ്പെട്ടിരിക്കുകയാണ്. ആ ജില്ലയുടെ പേര് പാലക്കാടാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു കേരളത്തില് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ആദ്യ ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ത്യയിൽ ഏതൊക്കെയാണ്? രാജസ്ഥാനും മധ്യപ്രദേശുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉഷ്ണതരംഗം ബാധിച്ച സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഈ സാധാരണയായിട്ട് സമതലങ്ങളിലെ താപനില കുറഞ്ഞത് 40 ഡിഗ്രി സെൽഷ്യസും തീരപ്രദേശങ്ങളിൽ 37 ഡിഗ്രി സെൽഷ്യസും മലയോര പ്രദേശങ്ങളിൽ 30 ഡിഗ്രി സെൽഷ്യസും എത്തുമ്പോഴാണ് ഉഷ്ണതരംഗം കൺഫേം ചെയ്യുന്നത്. അതായത് എന്താണ് പറഞ്ഞത്? സാധാരണയായിട്ട് സമതലങ്ങളിലെ താപനില കുറഞ്ഞത് 40 ഡിഗ്രി സെൽഷ്യസ്, തീരപ്രദേശങ്ങളിൽ 37 ഡിഗ്രി സെൽഷ്യസ്, മലയോര പ്രദേശങ്ങളിൽ 30 ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ പാലക്കാട് എത്ര വന്നിരിക്കുകയാണ്? 41.8 ഡിഗ്രി സെൽഷ്യസ് താപനില വന്നിരിക്കുകയാണ് അല്ലെ. പരമാവധി താപനില സാധാരണ നിലയിൽ നിന്ന് 6.4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകുമ്പോൾ അത് കടുത്ത ഉഷ്ണതരംഗമായിട്ട് കണക്കാക്കാറുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. വിച്ച് എയർപോർട്ട് ഇൻ കേരള സെലിബ്രേറ്റഡ് ഇറ്റ് സിൽവർ ജൂബിലി ഇൻ 2024? അതായത് 2024 സിൽവർ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ വിമാനത്താവളം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? സിൽവർ ജൂബിലിയാണ്. അത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് അല്ലെ. ഇന്ത്യയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ആദ്യ വിമാനത്താവളമാണ് ഇത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം എന്ന് പറയുന്നത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. നമുക്കറിയാലോ. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയതും വലുതുമായ വിമാനത്താവളമാണിത്. 2024 കണക്കനുസരിച്ച് കേരളത്തിലെ മൊത്തം വിമാനയാത്രക്കാരുടെ 63% ഈ വിമാനത്താവളമാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. 1999 മെയ് 25-ന് രാഷ്ട്രപതി KR നാരായണനാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. 2015 ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളമായി മാറി ഏത്? കൊച്ചി രാജ്യാന്തര വിമാനത്താവളം എന്ന് പറയുന്നത്. 2018 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും ഉയർന്ന പരിസ്ഥിതി ബഹുമതിയായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരവും ആർക്ക് ലഭിച്ചു? അല്ലെങ്കിൽ ഏത് വിമാനത്താവളത്തിന് ലഭിച്ചു? കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന് ലഭിച്ചു. എന്താണ് ആ പുരസ്കാരത്തിന്റെ പേരെന്താണ്? ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത്. ഓക്കെ, അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. വിച്ച് കൺട്രി ഈസ് ഹോസ്റ്റിംഗ് ദ സെൻട്രൽ ഏഷ്യൻ യൂത്ത് ഡെലിഗേഷൻ? വിച്ച് കൺട്രി ഈസ് ഹോസ്റ്റിംഗ് ദ സെൻട്രൽ ഏഷ്യൻ യൂത്ത് ഡെലിഗേഷൻ? ദ റൈറ്റ് ആൻസർ ഈസ് ഇന്ത്യ. ഇന്ത്യ ഹോസ്റ്റിംഗ് ദ സെൻട്രൽ ഏഷ്യൻ യൂത്ത് ഡെലിഗേഷൻ. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം.
അവസാനത്തെ ചോദ്യം, ചലഞ്ചർ 150 ഈസ് എ ഗ്ലോബൽ ഡീപ് സീ റിസർച്ച് ഇനിഷ്യേറ്റീവ് എൻഡോസ്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? Challenger 150 is a global deep sea research initiative endorsed by which organization? The right answer is UNESCO. Okay, Challenger 150 is a global deep sea research initiative endorsed by UNESCO. യുനെസ്കോന്റെ ഫുൾ ഫോം എന്താണ്? യുനെസ്കോ, UNESCO അല്ലെ? എന്താണ് ഫുൾ ഫോം? യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അല്ലെ? യു ഫോർ യുണൈറ്റഡ്, എൻ ഫോർ നാഷൻസ്, ഇ ഫോർ എഡ്യൂക്കേഷണൽ, എസ് ഫോർ സയന്റിഫിക് ആൻഡ് സി ഫോർ കൾച്ചറൽ ആൻഡ് ഒ ഫോർ ദ ഓർഗനൈസേഷൻ. അപ്പോൾ യുനെസ്കോ മീൻസ് യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മാർച്ച് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ആണ്. മാർച്ച് 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അതിൽ ഓരോ ദിവസത്തെ കാര്യങ്ങൾ, മാർച്ച് 1 എന്താണ് സ്പെഷ്യൽ, മാർച്ച് 2 എന്താണ് സ്പെഷ്യൽ, മാർച്ച് 3 എന്താണ് സ്പെഷ്യൽ, അങ്ങനെ ഓരോ ഡേറ്റ് ബൈ ഡേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.